ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് യാതൊരു പങ്കുമില്ലെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. ഒട്ടേറെ തട്ടിപ്പുകളും പിരിവുകളും നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ചെന്നൈയിൽ എത്തിച്ച നടവാതിൽ പൂജിച്ച സംഭവത്തിലും അന്വേഷണമുണ്ടാകുമെന്ന് PS പ്രശാന്ത് പറഞ്ഞു. കേൾക്കുന്നത് ഒട്ടേറെ തട്ടിപ്പുകൾ, ഒട്ടേറെ പിരിവുകൾ ശബരിമലയുടെ പേരിൽ ഇദ്ദേഹം നടത്തിയെന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ 99 മുതൽ ഇങ്ങോട്ട് നടന്ന സകല ക്രമക്കേടുകളെക്കുറിച്ചും ഇത്തരം അവതാരങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. അത് കൃത്യമായി കോടതിയെ അറിയിക്കും. ഇദ്ദേഹം എന്തെങ്കിലും കുഴപ്പങ്ങളിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. അത് ബോർഡിനൊരു പങ്കാളിത്തവുമില്ല എന്ന് പറയുവാൻ, ആത്മവിശ്വാസത്തോടെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കും. കൃത്യമായി അത് അന്വേഷിക്കട്ടെ. ഞങ്ങളുടെ SP തന്നെ, ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് SP തന്നെ നന്നായി അന്വേഷിക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുക്കും. ഒപ്പം തന്നെ ഞങ്ങളൊരു സമഗ്രമായ അന്വേഷണം കൂടി കോടതിയിൽ ആവശ്യപ്പെടും. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും PS പ്രശാന്ത് ആവർത്തിച്ചു. ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കുന്ന നിലപാട് ബോർഡിനില്ല. 4 കിലോഗ്രാം സ്വർണം നഷ്ടമായി എന്ന് പറയുന്ന വിഡ്ഢിത്തമാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക്, ഞാൻ മനസ്സിലാക്കുന്നത്, ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ നിന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ തെറ്റുപറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. അന്നത്തെ 2019 അതെല്ലാം ഉൾപ്പെടെ ഈ അന്വേഷണ പരിധിയിൽ അതെല്ലാം വരും. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ 4 കിലോ സ്വർണ്ണം എന്നൊക്കെ പറയുന്നു, ഏത് അടിസ്ഥാനത്തിലാണ് ഇവരിത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 125 പവനാണ് 1 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അര കിലോഗ്രാം പോലും ഇല്ലാത്ത ഒരു കാര്യത്തെ 4 കിലോ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയൊക്കെ പറയുന്നത്, ഇതൊക്കെ പറയുന്ന വങ്കത്തരങ്ങൾ നമ്മൾ ആലോചിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.